ഇന്നലെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് മോചനം ലഭിച്ചപ്പോൾ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് നമ്മുടെ പാബ്ലാനി പിതാവിൻ്റെയൊക്കെ വാക്കുകൾ കേട്ടപ്പോൾ BJPക്ക് കുറച്ച് ആശ്വാസമായെന്ന് തോന്നുന്നു അല്ലേ? കേന്ദ്രത്തിന് നന്ദിയൊക്കെ പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, എല്ലാം സോൾവായി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പലരും ഛത്തീസ്ഗഡിൽ നിന്ന് വണ്ടി കയറിയത്. എന്നാൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക. ക്രൈസ്തവരെ ആക്രമിക്കുന്ന ബജരംഗ ദളിന് കാവൽ നിൽക്കുകയല്ലേ എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തണമെന്നാണ് മുഖപ്രസംഗം. കന്യാസ്ത്രീകളെ പുറത്തിറക്കിയത് മാത്രമല്ല, അകത്താക്കിയതും ആരുടെ ബലത്തിലാണെന്ന് ക്രൈസ്തവർക്ക് അറിയാമെന്നും മുഖപ്രസംഗത്തിൽ പരാമർശം. TV പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി TV പ്രസാദ്. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. അങ്ങനെ പാബ്ലാനി പിതാവ് പറഞ്ഞതുകൊണ്ട് ആ മുറിവ് ഉണങ്ങുന്നില്ല അല്ലേ TV പ്രസാദ്? ഉറപ്പായും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് BJPക്കും കേന്ദ്ര സർക്കാരിനും സംഘപരിവാരങ്ങൾക്കുമെതിരെ കത്തോലിക്ക മുഖപത്രമായ ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ പറഞ്ഞതുപോലെ, പാമ്പ്ലാനി പിതാവ് പറഞ്ഞതുപോലെയല്ല ഇന്നത്തെ മുഖപ്രസംഗം എന്നുള്ളതാണ്. അതായത് ആരാണ് പുറത്തിറക്കിയതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ പലയാളും ശ്രമിക്കുന്നത്, പക്ഷേ അകത്താക്കിയത് ആരാണെന്ന കാര്യം മറക്കരുത്. അരുൺ, പ്രധാനപ്പെട്ട കാര്യമുള്ളത് പാകിസ്ഥാനിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നേരിടുന്ന പീഡനവും അതുപോലെ തന്നെ ആക്രമണവും അതിന് സമാനം തന്നെയാണ് ഇന്ത്യയിലെ വർഗീയവാദികൾ ക്രിസ്ത്യാനികളോട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിലൂടെ ഉന്നയിക്കുന്നത്. ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ജ്യോതി ശർമ്മയ്ക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർത്തുന്നു. വർഗീയതയുടെ മുകളിൽ മതേതരത്വം വിജയം നേടിയ 10 ദിവസങ്ങളാണ് കടന്നുപോയത്. ആ മതേതരത്വത്തിന്റെ കൊടി പിടിച്ചത് കേരളമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. രാജ്യത്ത് ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട വാക്കുകളിലൂടെയാണ് ദീപികയുടെ വിമർശനം ഉയരുന്നത്. കഴിഞ്ഞ നാളുകളിൽ കേരളം ചർച്ച ചെയ്ത ഈ വിഷയം അതേ ശക്തമായ രീതിയിൽ രൂക്ഷ വിമർശനത്തോടൊപ്പം BJPയെ ശക്തമായി പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കള്ളക്കേസിൽ കുടുക്കിയത് സംഘപരിവാർ സംഘടനയാണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. ജാമ്യം വർഗീയതയ്ക്ക് മേൽ മതേതര സാഹോദര്യത്തിന്റെ വിജയം എന്നാണ് ദീപിക പറയുന്നത്.